പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിച്ച് വാട്സ്ആപ്പ് സന്ദേശം അയക്കാൻ ഹൈക്കോടതിയുടെ അനുമതി തേടി സർക്കാർ. വിഷയത്തിൽ പ്രത്യേക അപേക്ഷ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. നേരത്തെ സന്ദേശങ്ങൾ അയക്കുന്നതിൽ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതിയുടെ മുൻകൂർ അനുമതി നേടാൻ സർക്കാർ തീരുമാനിച്ചത്. ശ്യാം ദേവരാജും കെ സജീഷുമാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ശ്യാം, ഒരു അസാധാരണ നീക്കമെന്ന് വിലയിരുത്തണോ? എന്താണ് ഇപ്പോൾ സർക്കാരിന്റെ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നമുക്കറിയാം, ഈ DA സന്ദേശ വിവാദമൊക്കെ നിൽക്കുമ്പോഴാണ്, അതിലെ നിയമ നടപടികൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു സന്ദേശം അയക്കാനുള്ള അനുമതി തേടുന്നത് ഹൈക്കോടതിയിൽ സർക്കാർ. വിനിത വേണു, വെരി ഗുഡ് ഈവനിങ്. ഈ DA സന്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ചതിൽ വലിയ വിമർശനം നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ഭവന നിർമ്മാണ പദ്ധതികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ CMDRFിലേക്ക് സംഭാവന ചെയ്തവർക്ക് നന്ദി സന്ദേശം അയക്കാനുണ്ട് എന്ന കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുന്നത്. ഒപ്പം ഇതിനായി അനുമതി കൂടി തേടുകയാണ് സംസ്ഥാന സർക്കാർ. അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായാണ് ഹൈക്കോടതിയിൽ ഈ രീതിയിലുള്ള ഒരു അനുമതി തേടിയത്. ഇനിയും വാട്സപ്പ് സന്ദേശം അയക്കാനുണ്ട്, അത് നന്ദി സന്ദേശമാണ് അയക്കാനുള്ളത് എന്ന കാര്യവും കൂടി സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. CMDRFിലേക്ക് സംഭാവന ചെയ്തവർക്ക് നന്ദി സന്ദേശം നന്ദി അറിയിക്കണം. വയനാട്ടിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഈ സന്ദേശം അയക്കാനുള്ള തീരുമാനം എന്ന കാര്യവും കൂടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി അറിയിച്ചു. ഇതിൽ ഹൈക്കോടതി വ്യക്തമാക്കിയ കാര്യം, അനുമതി തേടിയ സാഹചര്യത്തിൽ പ്രത്യേകമായ അപേക്ഷ നൽകാനാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചുക്കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ഈ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാം എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ DA സന്ദേശ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നും ഹർജിക്കാരുടെ വാദം ഹൈക്കോടതി കേട്ടു. അതിൽ ഇന്ന് ഹർജിക്കാർ ഹൈക്കോടതി അറിയിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും സന്ദേശങ്ങൾ ഒരുമിച്ച് അയക്കാനുള്ള സാങ്കേതിക സംവിധാനം IT മിഷന് ഇല്ല എന്നാണ് ഹർജിക്കാർ ഉയർത്തിയ വാദം. സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടെയാണ് സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദേശങ്ങൾ അയച്ചത് എന്നും ഹർജിക്കാർ ഇന്ന് ഹൈക്കോടതി അറിയിച്ചു. സർക്കാരിനുള്ള സംരക്ഷണം മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നായിരുന്നു ഹർജിക്കാരുടെ അഭിഭാഷകനോട് ഹൈക്കോടതിയുടെ ചോദ്യം. രാഷ്ട്രീയ നേതൃത്വം മാത്രമാണ് മുഖ്യമന്ത്രി, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് സർക്കാരിന് ലഭിക്കുന്ന സംരക്ഷണം ലഭ്യമാകില്ല എന്ന മറുപടി കൂടി ഹർജിക്കാർ നൽകുകയും ചെയ്തു. എന്താണ് മുഖ്യമന്ത്രിയുടെ ചുമതല എന്നായിരുന്നു ഇന്ന് ഹർജിക്കാരോട് ഹൈക്കോടതി ചോദിച്ച അടുത്ത ചോദ്യം. നയപരമായ തീരുമാനമെടുക്കുക മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ചുമതലയെന്ന് ഹർജിക്കാർ അറിയിച്ചു. ഭരണനിർവഹണം എന്നത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്, നിയമവിരുദ്ധമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചതെന്നും ഹർജിക്കാർ അറിയിച്ചു. എന്നാൽ അഡ്വക്കേറ്റ് ജനറൽ ഇതിൽ പറഞ്ഞ മറുപടി, വേർതിരിക്കാതെയാണ് DA സന്ദേശം അയച്ചത്. അഡ്വക്കേറ്റ് ജനറലിന് DA ലഭിക്കുന്നില്ല, പക്ഷേ ഈ സന്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശം അഡ്വക്കേറ്റ് ജനറലിന് ഉൾപ്പെടെ ലഭിച്ചു എന്ന കാര്യവും കൂടി AG അറിയിക്കുകയും ചെയ്തു. DA സന്ദേശം അയച്ചത് ഗൗരവതരമായ ഒരു കാര്യമല്ല എന്നാണ് സർക്കാർ ഇന്നും ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. ഇതിൽ ഡേറ്റ മൈനിങ് നടത്തിയിട്ടില്ല എന്ന കാര്യവും കൂടി AG ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. നോഡൽ ഏജൻസിയായ IT മിഷന്റെ കൈവശമാണ് ഈ സ്പാർക്കിലെ ജീവനക്കാരുടെ വിവരങ്ങളെല്ലാം ഉള്ളത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടില്ല. സന്ദേശങ്ങൾ അയക്കുന്നത് എങ്ങനെ സ്വകാര്യതയുടെ ലംഘനമാകും എന്ന കാര്യവും കൂടി സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ചോദിക്കുകയും ചെയ്തു. സ്വകാര്യത ലംഘിച്ചിട്ടില്ലെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുമാണ് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ മറുപടി. ഇതിൽ സന്ദേശങ്ങൾ അയക്കുന്നതിലുള്ള വിലക്ക് അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയക്കില്ല എന്ന ഉറപ്പ് നാളെ വരെ സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട്. അത് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ഈ DA സന്ദേശ വിവാദം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കൂടുതൽ വാദം കേൾക്കുക. ശരി, ഇപ്പോൾ കെ സജീഷ് കൂടി ചേരുകയാണ്. സജീഷ്, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, DA സന്ദേശ വിവാദം നിൽക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമൊക്കെ സർക്കാരിന് നേരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു മുൻകൂർ അനുമതി തേടുമ്പോൾ അതിലിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു അനുമതി ലഭിക്കുകയാണെങ്കിൽ ഇനി മറ്റു കാര്യങ്ങളും ഉണ്ടാകുമല്ലോ. അതിലൊക്കെ തന്നെയും ഇങ്ങനെ സന്ദേശം അയക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുക എന്നതാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? വിനീത, തീർച്ചയായിട്ടും ഇതിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അനുകൂലമായ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇത്തരത്തിൽ സന്ദേശം അയക്കുന്നതിൽ എന്താണ് തെറ്റ്, സർക്കാർ പദ്ധതികൾ, സർക്കാരിൻ്റെ നയങ്ങളൊക്കെ നല്ല രീതിയിൽ നടപ്പിലാകുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടത് സർക്കാരിൻ്റെ കടമ കൂടിയാണെങ്കിൽ സർക്കാരിന് അതിൽ ഒരു തെറ്റുമില്ല എന്നതിൽ പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതിയുടെ പരാമർശം ഏറെക്കുറെ സർക്കാരിന് അനുകൂലമായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിലെ ചില പരാമർശങ്ങളും സർക്കാരിന് അനുകൂലമായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കൂടുതൽ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി സർക്കാർ തയ്യാറെടുക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അതായത് ആദ്യം സർക്കാർ ജീവനക്കാർക്ക് സന്ദേശം അയച്ചു, അതിനുശേഷം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി സന്ദേശം അയക്കാനുള്ള
നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത്. CMDR ഫണ്ടിലേക്ക് സംഭാവന അയച്ചത് പൊതുജനങ്ങൾ ഒരുപാടുണ്ടാവും, ലക്ഷക്കണക്കിന് ആളുകൾ സംഭാവന അയച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർക്കെല്ലാം നന്ദി അറിയിക്കാൻ വേണ്ടി ഈ സന്ദേശം അയക്കുന്നതിലൂടെ സർക്കാർ ഈ പൊതുജനങ്ങളിലേക്ക് കൂടി ഈ സന്ദേശം എത്തിക്കുകയാണ്, സർക്കാരിൻ്റെ സന്ദേശം എത്തിക്കുകയാണ്. ആ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. നേരത്തെ തന്നെ ഇതിൽ പ്രതിപക്ഷത്തിനൊരു വാദം കൂടി നമ്മൾ പരിഗണിക്കണം. ആദ്യം സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ മാത്രമാണ് സർക്കാർ എടുത്തത് എന്ന ആരോപണം ഉയർത്തിയത് പ്രതിപക്ഷമാണ്. അതിനുശേഷം പിന്നീട് അവർ K-സ്മാർട്ട് വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്തിട്ട K-സ്മാർട്ട് പോർട്ടൽ വഴി പൊതുജനങ്ങളുടെ വിവരങ്ങൾ കൂടി സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെടുക്കുന്നു എന്ന ആരോപണം രമേശ് ചെന്നിത്തല തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് ഇത്തരം കാര്യങ്ങൾ അയക്കാൻ കൂടി വേണ്ടിയാണ് സർക്കാർ ഒരുപക്ഷെ K-സ്മാർട്ടിലെ വിവരങ്ങൾ കൂടി എടുത്തതെന്നാണ് ഇപ്പോൾ സംശയം ഉയരുന്നത്. ഏതായാലും ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകുന്നില്ല. അതിന്റെ തുടർ നടപടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ശരി, സജീഷും ശ്യാം ദേവരാജുമാണ് വിശദാംശങ്ങൾ.